ഹലോ ഗൈസ്, ഞാനിന്ന് പറയുന്നത് മുട്ട എങ്ങനെ പുഴുങ്ങുന്നത് എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് അതിനായിട്ടൊരു പാത്രം എടുക്കുക. എന്നിട്ട് നമുക്ക് എത്ര മുട്ടയാണ് വേണ്ടത് അത്രയും മുട്ട അതിലോട്ട് ഇടുക. പിന്നെ അതിനുശേഷം മുട്ട മുങ്ങാൻ ആവശ്യമുള്ള വെള്ളം ഒഴിക്കാം. അതിനാവശ്യമുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം. എന്നിട്ട് പിന്നെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിലോട്ട് നമ്മുടെ മുട്ടയുടെ എണ്ണത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പിടണം. എന്നിട്ട് നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് നമ്മളൊരു 10-15 മിനിറ്റ് ഒരു നമ്മൾ സിമ്മിലിട്ടിട്ട് ഇത് വേവിക്കാവുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ മുട്ടയുടെ തോട് പൊട്ടാനുള്ള സാധ്യത. നമ്മൾ ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ആണെങ്കിൽ കൂടെ ഈ നമ്മുടെ മുട്ടയുടെ തോട് പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സിമ്മിലിട്ടിട്ട് മാത്രമേ നമ്മൾ മുട്ട വേവിക്കാവുള്ളൂ. അപ്പോൾ നമ്മൾ ഈ മുട്ട പുഴുങ്ങുമ്പോഴത്തേക്കും സിമ്മിലിട്ട് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് ഉള്ളിലെല്ലാം നന്നായിട്ട് വേവും. പക്ഷേ ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ തോട് പൊട്ടിപ്പോവുകയും ചെയ്യും, ഉള്ളിലോട്ട് വേവത്തുമില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓഫ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ പുഴുങ്ങാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ സിമ്മിലിട്ട് മാത്രമേ വേവിക്കാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു 10-15 മിനിറ്റ് സിമ്മിലിട്ട് വേവിച്ച് കഴിയുമ്പോഴത്തേക്ക് മുട്ട നന്നായിട്ട് വേവും. പക്ഷേ നമ്മൾ ആ ചൂടോട് കൂടിയിട്ട് എടുത്ത് ഇതിൻ്റെ തോട് പൊളിക്കില്ല. അപ്പോൾ അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളത് വെന്തതിന് ശേഷം അത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ തണുത്ത വെള്ളം എടുക്കണം. തണുത്ത വെള്ളം എടുത്തിട്ട് നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ടയെല്ലാം കൂടെ ആ വെള്ളത്തിനകത്തോട്ട് ഇടണം. എന്നിട്ട് ഒരു 10-12 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മൾ ആ മുട്ട ഓരോന്നെടുത്തിട്ട് അതിൻ്റെ തോട് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് റിമൂവ് ആവും. അപ്പം അതെന്ന് വെച്ചാൽ അതുകൊണ്ടാണ് നമ്മൾ ചൂടോട് കൂടി എടുത്ത് മുട്ടയുടെ തോട് പൊളിക്കലെന്ന് പറയുന്നത്. കാരണം അതിൻ്റെ കൂടെ അപ്പം ഈ വെള്ള സാധനം എല്ലാം അതിൻ്റെ കൂടെ അങ്ങ് പോകും ചൂടോട് കൂടി പൊളിക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം നമ്മൾക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തണുത്ത വെള്ളത്തിലിട്ടിട്ട് പൊളിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തോട് റിമൂവ് ആവും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് കൊടുക്കാൻ അപ്പം എല്ലാവർക്കും പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. ചില കുട്ടികൾക്ക് ഈ മഞ്ഞക്കറി, ഇതിൻ്റെ ഉള്ളിൽ മഞ്ഞക്കറി കഴിച്ചാൽ കഫക്കെട്ട് പനിയൊക്കെ വരുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവർക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് മഞ്ഞക്കറി റിമൂവ് ചെയ്തിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. വലിയവർക്കാണെങ്കിലും അങ്ങനെ തന്നെ. നമ്മൾ ചിലവർക്ക് മുട്ട പാലൊക്കെ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ തൈരൊക്കെ കഴിക്കുമ്പോൾ കഫക്കെട്ട് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ഇതിൻ്റെ ഉള്ളിൽ മഞ്ഞക്കറി കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് മഞ്ഞക്കറി കഴിക്കാനേ പറ്റത്തില്ല. കാരണം കഫക്കെട്ട് വരും. എനിക്ക് തൈറോയിഡിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് ഞാൻ അങ്ങനെ കഴിക്കാറില്ല. അപ്പോൾ കുട്ടികൾക്കും എൻ്റെ ഒരു മാനറിസം കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അവർക്കും അങ്ങനെയൊക്കെ തന്നെയാണ് പൊതുവെ പനിയൊക്കെ വരുന്ന കൂട്ടത്തിൽ. അപ്പോൾ ഞാൻ കുട്ടികൾക്ക് കൊടുക്കുമ്പോഴത്തേക്കും അങ്ങനെ തന്നെ കൊടുക്കുന്നത്. ഞാൻ മഞ്ഞക്കറി അങ്ങനെ കൊടുക്കാറില്ല. അപ്പോൾ അവർക്ക് മാക്സിമം ഞാൻ ഓംപ്ലേറ്റ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കി കൊടുക്കാറില്ല. കാരണം എന്ന് വെച്ചാൽ പനിയുടെ പ്രശ്നം വരുന്നതുകൊണ്ട്. അപ്പം ഞാൻ പക്ഷെ മുട്ട പുഴുങ്ങി കൊടുക്കാറുണ്ട്. അപ്പോൾ പക്ഷേ ഇതിൻ്റെ ഉള്ളിലത്തെ മഞ്ഞക്കറി റിമൂവ് ചെയ്തിട്ട് മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ. അപ്പോൾ അത് കുറച്ച് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം മാറും. ചിലർക്ക് അത് ഇപ്പോൾ വലിയ ധാരണയില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ മഞ്ഞക്കറി കൊടുക്കും, ഈ പനി വന്നാലും കൊടുക്കും. പക്ഷെ അത് ഒരു കഫക്കെട്ട് വരും, നമുക്ക് അതിന് കുറച്ച് കൊഴുപ്പിൻ്റെ അംശം ഉള്ളതുകൊണ്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം. ഓക്കെ, താങ്ക് യു ഗൈസ്.